നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കും ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ട് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവർ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. യൂസ് ചെയ്ത് മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ബൈ വേ കല്യാണി പെട്ടു ഗായ്സ് പെട്ടു. അങ്ങനെ ഈ പറയുന്ന തോതിൽ പലതരത്തിലുമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ബൈ വേ കല്യാണിയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, ഒരു ക്ലിനിക്കിൽ അങ്ങോട്ട് പോയി അവിടെ ഒരു കൊളാബ് അങ്ങോട്ട് വെച്ച് കാച്ചാം എന്ന് വിചാരിച്ചു. പക്ഷെ അവരങ്ങോട്ട് കൊളാബ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് പലതരമുണ്ട്. അതായത് അവിടെ ഈ പറയുന്ന രീതിയിൽ മഞ്ജു വാര്യർ അതോടൊപ്പം തന്നെ പല സെലിബ്രിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്ന ഒരു ക്ലിനിക്കാണ്. അവിടെ ഈ പറയുന്ന മാതിരി ഞാൻ എന്തോ വലിയ ഇൻഫ്ലുവൻസറാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊളാബിന്റെ ആവശ്യം അവർക്കില്ല എന്നങ്ങ് പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ പറയണോ എന്താണെന്നുള്ളത്. പിന്നെ 2 കുറ്റം അങ്ങ് കാച്ചിക്കളയാന്ന് തീരുമാനിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈ ഒരു വീഡിയോ ചെയ്തതിന് താഴെ കുറേയധികം കമന്റ്സുകൾ ഉണ്ടായിരുന്നു. കമന്റ്സുകളിൽ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതാണ് ഈ സ്ഥാപനം എന്നൊന്ന് പറയണമെന്നുള്ള തരത്തിൽ. അപ്പോൾ ആ ഒരാൾ കമന്റ് ചെയ്തു, ഇതാണ് കമന്റ് എന്ന് പറയും. അപ്പോൾ ആ കമന്റ് അതേ എന്നുള്ള റിപ്ലൈയും കൊടുത്തു, അതങ്ങോട്ട് പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്തു. പിന്നെ പറയണല്ലോ, അപ്പൊ സ്ഥാപനത്തിന്റെ പേരും കിട്ടി. അപ്പൊ സ്ഥാപനവും ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന വോയിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വെച്ചിട്ട് ഏതാണ്ട് ഒരു 8 months മുന്നാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആൾ ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വെച്ചിട്ട് ഇതും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. ആൻഡ് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഇവിടുത്തെ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻസിഡന്റ് ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിൽ മഞ്ജു വാര്യർ തൊട്ട് എല്ലാവരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഇവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. അതായത് ഇതിന്റെ CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയിൽ. മാം ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്. ബിക്കോസ് നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. അപ്പൊ മനസ്സിലായല്ലോ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും. ഈ പറയുന്ന വ്യക്തി കല്യാണി ശരിക്കും പറഞ്ഞ എന്താ പറയാ, ഇവരൊക്കെ പറയുന്ന ഓരോ ബ്യൂട്ടി പ്രൊഡക്ട്സുകളുടെ കാര്യം അല്ലെങ്കിൽ ഈ കല്യാണിയെ കുറിച്ച് എന്നുള്ള ആ ഒരു ഇതല്ല, ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അതായത് യൂട്യൂബേഴ്സിൽ ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇവരൊക്കെ കുറെ അധികം പ്രൊഡക്ട്സുകൾ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. എന്നിട്ട് ഈ പാവപ്പെട്ട ഒരു ഈ വീഡിയോയും കണ്ടിട്ട് അത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് എടുത്തിട്ട് പെരട്ടും. അവസാനം പണി കിട്ടിക്കഴിഞ്ഞാലാ അവര് പെട്ടോ, ഇവർക്ക് കാശ് കിട്ടും. മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ആണല്ലോ, അല്ലാതെ ചുമ്മാ ഒന്നും അല്ലല്ലോ. അപ്പോ ബാക്കിയുള്ളവർ വാങ്ങിച്ച് തേച്ചിട്ട് അവർക്ക് പണി കിട്ടപ്പോ അവരെന്ത് ചെയ്യും? കൊള്ളാം, സ്വാഹ. ഇവർക്ക് ഈ പറയുന്ന മാതിരി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ക്ലിനിക്കിലും ഹോസ്പിറ്റലിലും ഒക്കെ തന്നെ പോകും. വേറെ ടിപ്സും കാര്യങ്ങളൊന്നും അവർ പിന്നെ സജസ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതേസമയം ഇതൊക്കെ വാങ്ങിച്ച് തേച്ചിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയാണ്. അവർ സ്വയം വണ്ണന്മാരായിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇതുപോലുള്ള കുറെ അധികം കാര്യങ്ങൾ കേട്ടിട്ട്
ഞാൻ തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പോൾ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവർ എങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്ത എന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാൾ. എന്നിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സിനെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യക്തികളെയൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. അതായത് MBBS BDS അത് ഇത് ഒക്കെ എന്തൊരു പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്, എന്തൊരു ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ഇല്ല, ചന്തയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഇത് കണക്കാണ് ആ ഒരു സംസാര രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ഇതിലാണ് ഈ ബ്യൂട്ടി കാര്യങ്ങളും ഒക്കെ തന്നെ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലോട്ട് എന്ത് തരം ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ചേച്ചിക്കുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതില് ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട അല്ലേ? അല്ല, അറിയാമെന്നല്ല ഞാൻ ചോദിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ടൊരു കാര്യം വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഓടി, എന്നിട്ട് അവിടെ ചെന്നിട്ട് നല്ല പൈസയാവും അതാണ് ഇതാണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും കാര്യം ഒരു കൊളാബ് അങ്ങ് കാച്ചാം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവസാനം പെട്ടു. അതായത് അവർക്ക് കൊളാബ് വേണ്ട. അവിടെ വലിയ വലിയ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് കൊളാബ് വേണ്ട എന്നുള്ളത് അവർ അങ്ങ് എടുത്തിട്ടു. അവസാനം അങ്ങനെയാണോ ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എന്നോട് അങ്ങനെ എന്നാൽ പിന്നെ അങ്ങോട്ട് പണിയാം എന്നുള്ള തരത്തിൽ ഈ ഒരു തരത്തിൽ ഒരു വീഡിയോ അങ്ങോട്ട് വന്നു. അവസാനം പണി 8ന്റെ പണിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഇപ്പോൾ അവർ രംഗത്ത് വന്നപ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം സത്യാവസ്ഥ ഇപ്പോഴല്ലേ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. ഇന്നതാണ് സംഭവം എന്നുള്ള തരത്തിൽ എന്തൊക്കെയാ കേൾക്കേണ്ട ശരിക്കും പറഞ്ഞാൽ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു മറുപടി ഇനിയിപ്പോൾ എപ്പോഴാണോ എന്തോ കല്യാണിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം എല്ലാ രീതിയിലും പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിപ്പോൾ കേസായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം അവർ കേസ് കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇവിടെ നിന്നെന്തോ കേസ് കൊടുക്കുന്നത് മറ്റത് മറിച്ചതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവരെന്തായാലും ഇനിയിപ്പോൾ കേസും കാര്യമായിട്ടൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ്. കാരണം അവരെ ആ ഒരു ക്ലിനിക്കിന്റെ ഇത് ചീത്തപ്പേരാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അവരെന്താണ് സംഭവം എന്നുള്ളതും അവരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോ എല്ലാ രീതിയിലും എന്താ പറയാ ഒരുമാതിരി പറ്റിക്കൽ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാരെ പറ്റിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് മറ്റത് മറിച്ചത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടെന്ന് ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് തേച്ച് പണി വാങ്ങിയവർ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു കൂസലില്ലാതെ ഇവരുടെയൊക്കെ വീഡിയോ വിശ്വസിച്ച് അതും ഇതുമൊക്കെ വാങ്ങിച്ച് തേക്കുന്നവർ സ്വയം മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ളത്. ശരി.